അപ്പോൾ ഇന്ന് നമുക്ക് കിട്ടിയിരുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ ഒരു ജീപ്പ് കോമ്പസ് ആണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് എ സിക്ക് കൂളിംഗ് കുറവാണെന്ന് പറഞ്ഞാണ് ഇപ്പോൾ കസ്റ്റമർ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എ സി ഓൺ ചെയ്ത് ഇപ്പോൾ അതിന് കൂളിംഗ് വളരെ കുറവാണ്. കസ്റ്റമർ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള കൂളിംഗ് കാര്യങ്ങളൊന്നും ഇപ്പോൾ അതിനകത്ത് നിലവിൽ ഇപ്പോൾ ഇതിന് വരുന്നില്ല. അപ്പോൾ അതിനകത്ത് അല്പം ചെക്ക് ചെയ്ത് നമ്മളെ മീറ്റർ വെച്ച് ചെക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കാണിച്ചു തരാം. അപ്പോൾ മീറ്റർ വെച്ച് ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് ഇതിനകത്ത് കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാസ് കുറവുണ്ട്. അപ്പോൾ ഗ്യാസ് കുറവാണ് കാണുന്നത്. അപ്പോൾ അല്പം ഗ്യാസ് ടോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പ്രശ്നം തീരും. അപ്പോൾ ഇതിൻ്റെ കൂളിങ്ങിലുള്ള പ്രശ്നങ്ങളൊക്കെ തീരും. അപ്പോൾ നമുക്കിത് ഗ്യാസ് എങ്ങനെ ഫില്ല് ചെയ്യണമെന്നും എങ്ങനെയാണെന്നൊക്കെ അപ്പോൾ ഒന്ന് നോക്കാം. അപ്പോൾ നമ്മളിത് എ സി എല്ലാം ഓൺ ചെയ്തിട്ടുണ്ട്. എ സി ഓൺ ചെയ്ത് നോക്കിയപ്പോൾ മീറ്ററിൽ കാണിക്കേണ്ട ഗ്യാസ് കുറവാണ്. അപ്പോൾ അത് ഗ്യാസിൻ്റെ കുറവെന്ന് പറയാൻ കാരണം ലീക്ക് ചിലപ്പോൾ ചെറിയ ലീക്ക് എന്തെങ്കിലും ഉണ്ടാവും മിക്കവാറും. അപ്പോൾ ഇത് ചാടിക്കയറി നമ്മൾ ലീക്ക് ഉണ്ടോ എന്ന് നമുക്ക് അയക്കാതെ നമ്മൾ ഫസ്റ്റ് ഇപ്പോൾ കുറവുള്ള ഗ്യാസ് ഫില്ല് ചെയ്തിട്ട് കൊടുക്കാണ്ട് കസ്റ്റമറുടെ അടുത്ത് പറയുക. ഇനി ഇത് കുറയുവാണെങ്കിൽ നമുക്ക് ഇതിവിടെ ലീക്ക് ഉണ്ടാവും, ഫുള്ള് നല്ല ലീക്ക് ഉണ്ടാവും. ചിലത് പെട്ടെന്ന് തന്നെ കുറയും. ചില ലീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗ്യാസ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കുറഞ്ഞു, ഒരു ദിവസം 2 ദിവസം കൊണ്ട് കുറഞ്ഞു. അപ്പോൾ അത് നല്ല വലിയ ലീക്കാണ്. പക്ഷേ അത്ര വലിയ ലീക്കും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ചെറിയ ലീക്ക് എന്തുള്ളൂ. അപ്പോൾ അങ്ങനെ ചെറിയ ലീക്കൊക്കെ ആണെങ്കിൽ നമുക്കത് വണ്ടി കുറച്ച് ഓടും. 1 മാസം 2 മാസമൊക്കെ ചില 3 മാസമൊക്കെ ഓടുന്ന വണ്ടികളുണ്ട്. അങ്ങനെയൊക്കെ ഓടണം ചെറിയ ലീക്ക്, വളരെ ചെറിയ ലീക്കൊക്കെ ആണെങ്കിൽ. അപ്പോൾ ഇത് ചെറിയ ലീക്കാണോ വലിയ ലീക്കാണോ എന്ന് അറിയാൻ മേല. അപ്പോൾ അതിന് നമ്മൾ ഫസ്റ്റ് നമുക്ക് ഗ്യാസ് കുറവാ, ലീക്ക് തണുപ്പ് കുറവാന്ന് പറഞ്ഞു വന്ന വണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഫസ്റ്റ് തന്നെ ചെയ്യണമെന്ന് വെച്ചാൽ അപ്പോൾ ആദ്യം കുറച്ച് ഗ്യാസ് ഫില്ല് ചെയ്ത് കൊടുക്കും കസ്റ്റമർക്ക്. അപ്പോൾ ഇത് ഇനി അത് കഴിഞ്ഞിട്ട് ഓടിക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഓടിച്ച് നോക്കിയിട്ട് ഇത് കുറവാണ്, ഇത് തീർത്തും വീണ്ടും ഗ്യാസ് തണുപ്പ് കുറയുന്നുണ്ട്, കൂളിംഗ് കുറയുന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ഈ ലീക്ക് ചെക്ക് ചെയ്യണം. ലീക്ക് ചെക്ക് ചെയ്ത് എവിടെ നിന്നാണ് ഇതിൻ്റെ ലീക്ക് കുറയണമെന്നനുസരിച്ച് കണ്ട് അത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ സാധനം മാറ്റി സ്പെയർ എന്താണെന്ന് വെച്ചാൽ ലീക്ക് പൈപ്പാണോ അല്ലെങ്കിൽ ഓറിംഗ് ആണോ അല്ലെങ്കിൽ കൂളിംഗ് ഓയിലാണോ കംപ്രസറിൻ്റെ അവിടെ ക്ലച്ച് ഓയിലിൻ്റെ അവിടെ മറ്റേ കംപ്രസർ സീലുണ്ട് അതൊക്കെയാണോ എന്താണെന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ സമയമെടുക്കും. അപ്പോൾ ഇപ്പോൾ കസ്റ്റമർക്ക് പെട്ടെന്ന് വേണ്ടതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇതിങ്ങനെ ജസ്റ്റ് ഗ്യാസ് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ കസ്റ്റമർ തന്നെ പറയുകയാണ് വീണ്ടും ഓടിച്ച് നോക്കിയിട്ട് വീണ്ടും ലീക്ക് കുറയുണ്ടോ എന്ന് നോക്കിയിട്ട് വീണ്ടും കൊണ്ടുവരിക. അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഗ്യാസ് നമ്മളെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ പിന്നെ അകത്തിരുന്നിട്ട് വളരെ കൂളിംഗ് കുറവാണ്. വേറെ ഫാൻ കറങ്ങുന്നുണ്ട്, അത്ര നല്ല കൂളിംഗ് ഒന്നുമില്ല. ഇത് കസ്റ്റമർ കുറച്ച് ഓടിക്കോളൂ, എന്തായാലും വേറെ ലീക്കൊന്നും ആയി പോകില്ല. അപ്പോൾ എന്തായാലും ആ കാര്യത്തിൽ ഉറപ്പാണ്. അപ്പോൾ ഏതായാലും കൂളിംഗ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നേരത്തേക്കും. ഓക്കെ, ബൈ.